children, ഇനി നമ്മൾക്ക് exercise 12th 8th question പഠിക്കാം. അതായത് 8th question, a floral designing on a floor is made up of 16 tiles. ഒരു ഫ്ലോറിൽ ഡിസൈൻ ചെയ്യാൻ 60 ടൈൽസ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യണം. വിച്ച് ആർ ട്രയാങ്കുലർ. ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ബീയിങ്, അത് ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ്. ആ ടൈലുകൾ ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ്. അത് വെച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ ഫ്ലോർ. എത്ര ടൈലുണ്ട്? 16 ടൈൽസ് ഉണ്ട്. അതിൻ്റെ ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് തന്നിട്ടുണ്ട്. 9 സെൻറ്റിമീറ്റർ, 28 സെൻറ്റിമീറ്റർ ആൻഡ് 35 സെൻറ്റിമീറ്റർ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ദ ടൈൽ അറ്റ് ദ റേറ്റ് ഓഫ് 50 പൈസ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് നമുക്ക് 50 പൈസയാണ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിന് 50 പൈസ വെച്ചിട്ട് എത്ര കോസ്റ്റ് ആവും എന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എത്ര ഏരിയ ഉണ്ടെന്നത് കണ്ടുപിടിക്കണം. എത്ര ഏരിയ ഉണ്ട്, അത് ആ ടൈലുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഏരിയ എത്ര ഏരിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണ്ടേ പിന്നെ പോളിഷ് ചെയ്യാൻ. അപ്പോൾ നമ്മൾക്ക് ആദ്യം നോക്കാം. ഇതാണ് ആ ഫിഗർ. 18 ടൈലുണ്ട്. ഇവിടെ നോക്കിയാൽ 1 2 3 4 5 6 7 8 ആണുള്ളത്. ഓരോന്നിലും 2 ടൈൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഈ ഒരെണ്ണത്തിലെടുത്ത് നോക്കാം. അത് 8 ആണുള്ളത്. അതിൽ 16 ടൈൽസ് ഓരോന്നും 2 ടൈൽ വെച്ചിട്ട്. അപ്പോൾ ഇത് 2 ടൈലുകളാണ്. ഇതിലത്തെ ഒരു ടൈലിൻ്റെ ഈ ഒരു സൈഡ് ഫിഗറിലുള്ളതാണ്. ഇത് 35 സെൻറ്റിമീറ്റർ, ഈ സൈഡ് 28 സെൻറ്റിമീറ്റർ, ഈ സൈഡ് 9 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഈ ടൈല്. 3 സൈഡും കിട്ടിയിട്ടുണ്ട്. 3 സൈഡും അറിയാമെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ ഇതുപോലത്തെ എത്ര ടൈൽ വെച്ചിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? 16 ടൈൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ × 16 ചെയ്താൽ 16 ടൈൽസിൻ്റെ ഏരിയ കിട്ടും. എന്നിട്ട് നമ്മൾ കോസ്റ്റ് കാണും. അപ്പോൾ ഈ ഫിഗർ ഞാൻ എൻ്റെ ഒരു ടൈലിൻ്റെ ഇത് ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് ഇതിലത്തെ ഒരു ടൈൽ ഇതാണ്. ഒരു ടൈല് ഈ ട്രയാങ്കുലർ ഷേപ്പിലാണ്. അതിൻ്റെ ഈ സൈഡ് 9 സെൻറ്റിമീറ്റർ, പിന്നെ ഈ സൈഡ് 28 സെൻറ്റിമീറ്റർ, ഈ സൈഡ് 35 സെൻറ്റിമീറ്റർ. ഈ ഒരൊറ്റ ട്രയാങ്കിളെ നോക്കണ്ടോ. ഈ ട്രയാങ്കിളിൽ 3 സൈഡ് തന്നിട്ടുണ്ട്. ഇത് 28, ഇത് 9, ഇത് 35. ഈ 3 സൈഡും ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി എന്ന് കൊടുത്തിട്ട് നമ്മൾ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഈ ഒരു ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. അപ്പോൾ 16 എണ്ണത്തിൻ്റെ കാണാൻ × 16 ചെയ്താൽ മതി. ഓക്കെ, അത് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ എന്താ ഉള്ളത്? ദർ ആർ 16 ഈക്വൽ ട്രയാങ്കുലർ ടൈൽസ്. 16 ഈക്വൽ ട്രയാങ്കുലർ ടൈൽസ് ആണുള്ളത്. അപ്പോൾ സൈഡ്സ് ഓഫ് 1 ട്രയാങ്കിൾ ഈസ്, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡാണ് A 9, B എന്ന് പറയുന്നത് 28, C എന്ന് പറയുന്നത് 35. അപ്പോൾ നമുക്ക് എസ് കാണണം. എസ് ഇസ് ഈക്വൽ ടു A + B + C/2 ഈക്വൽ ടു 9 + 28 + 35/2. 9 + 28 + 35 എത്ര കിട്ടാം? 35, 28, 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 17, 5ഉം 22, റിമൈൻഡർ 2, 7. 72 എന്നാണ് കിട്ടുക. 72/2. 72/2 എത്ര കിട്ടുക? 36 സെൻറ്റിമീറ്റർ. അപ്പോൾ എസ് എന്ന് പറയുന്നത് നമുക്ക് 36 ആണ് കിട്ടുക. ഇനി ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ. ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ. ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു, നമുക്ക് ഫോർമുല എഴുതാം. S × S - A × S - B × S - C. അതാണ് ഫോർമുല. ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസിൻ്റെ വാല്യൂ എത്രയാണ്? 36 × S - A എന്ന് പറഞ്ഞാൽ 36 - A എന്ന് പറയുന്നത് 9 ആണ്. അടുത്തത് 36 - 28. അടുത്തത് 36 - 35. സോറി, 38 അല്ല, 36 - 35 റൂട്ട്. അപ്പോൾ എത്ര കിട്ടും? 36 × 36 - 9. അപ്പോൾ എത്ര കിട്ടുക? 27 അല്ലേ? 27. 36 - 9 എന്ന് പറഞ്ഞാൽ 27 × 36 - 28 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 8. 36 - 35 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 റൂട്ട്. ഇനി നമുക്ക് ഇതിനെയൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് വേണം റൂട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം, എന്നിട്ട് റൂട്ടിൽ നിന്ന് പുറത്തെടുക്കണം.
അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടാം? 36നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 36 2 അപ്പോൾ 18 പിന്നെ വീണ്ടും 2 അപ്പോൾ 9 വീണ്ടും 3 3 അപ്പോൾ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 3 ഇൻറ്റു അടുത്തത് 27 27 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 27 3 9 3 3 അപ്പോൾ 27 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 3 × 3 × 3 ഇനി 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 2 × 2 × 2 8 × 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. റൂട്ട് ഇനി നമുക്ക് പെയറായിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എത്ര എടുക്കുക? 2 2ൽ ഒരു 2, ഈ 2 3ലത്തെ ഒരു 3, അടുത്ത 2 3 × 3, പിന്നെ ഏതാണുള്ളത്? ഈ 2, ഇവിടെ 2 2ലത്തെ ഒരു 2, സോറി 3കളാണ് ഇത്. ഈ 2 ഇത് 3 ആയിരുന്നു, ഇതും 3 ആയിരുന്നു കേട്ടോ. ഈ 2 2ലത്തെ ഒരു 2, ഈ 2 3ന്ന് ഒരു 3, ഈ 2 3ലത്തെ ഒരു 3 ആണ് കേട്ടോ, സോറി. പിന്നെ ഈ 2 2 ഒരു 2, പിന്നെ എന്താ ബാക്കിയുള്ളത്? ഇൻറ്റു റൂട്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 3 × 2 ഉള്ളൂ ഈക്വൽ ടു, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 2 × 3 6, ഈ 2 × 3 6, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 36 എന്നാണ് കിട്ടുക. 36 ഇതെന്താ? 3 × 2 എന്ന് പറഞ്ഞാൽ 6, 36 √6 എന്നാണ്. അത്രയും സെൻറ്റിമീറ്റർ അല്ലേ, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുക. ഓക്കെ, ഈക്വൽ ടു നമുക്കൊരു കാര്യം ചെയ്യും, √6ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. കാരണം അതിൻ്റെ കോസ്റ്റ് കണ്ടേ, ഏരിയ മാത്രമായിരുന്നെങ്കിൽ 36 √6നെ × 16 കൊണ്ട് മതിയായിരുന്നു. പക്ഷേ കോസ്റ്റ് കാണുന്നതുകൊണ്ട് √6ൻ്റെ വാല്യൂ കാണണം. നമ്മൾ കുറച്ച് ഈസി മെത്തേഡിൽ √6 കണ്ടിരുന്നു, പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത. പക്ഷെ അങ്ങനെ കാണുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് പോയിൻ്റ് രണ്ടാമത്തെ ഡെസിമലൊക്കെ ചെറിയ ഡിഫറൻസ് വരും, അപ്രോക്സിമേറ്റ്ലി വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾക്കൊക്കെ റൂട്ട് കാണാൻ അറിയാമെന്ന് വിചാരിക്കും. നിങ്ങൾ സ്ക്വയർ റൂട്ട് 8ൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇതിപ്പോൾ 6ൻ്റെ റൂട്ട് കാണാം നമുക്ക്. 6 അപ്പോൾ നമ്മൾ 3 പ്ലേസും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ഈ 6ൻ്റെ റൂട്ട് കാണാം? റൂട്ട് കാണുമ്പോൾ നമ്മളെങ്ങനെ എന്താ ചെയ്യുക? പോയിൻ്റ് വരാൻ വേണ്ടിയിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുക. 6നേക്കാളും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ ഏതാ വരിക? 4 വരിക. 4 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ? 2 × 2, 2 × 2 ആണ് 4. അപ്പോൾ റിമൈൻഡർ എന്താ ഉള്ളത്? 2. പിന്നെ ഈ പെയറായിട്ടാണ് ഇത് പുറത്തെടുക്കുന്നത്, പുറത്തേക്ക് താഴത്തേക്ക് എഴുതാറ്. പോയിൻ്റ് ഉണ്ട്, അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇട്ടു, അടുത്ത 2 0 ഇറക്കി എഴുതി. ഇനി അടുത്ത നമ്പർ നമ്മളിവിടെ എന്താ എഴുതാറ്? ഇവിടെ എഴുതുക ഈ 2ൻ്റെ ഡബിൾ 4 എന്ന് എഴുതുക. 2ൻ്റെ ഡബിൾ 4. ഇനി നമ്മൾ ഇവിടെ എഴുതുന്ന നമ്പറും ഇവിടെ എഴുതുന്ന നമ്പറും സെയിം ആവണം. എന്നാൽ ഈ 200 എന്ന് പറയുന്നതിൻ്റെ താഴെ, 200ൻ്റെ മേലെ പോകരുത്. 200ൻ്റെ താഴെയായിട്ട് ഇവിടെ എഴുതുന്ന നമ്പറിനെ ഇവിടെ എഴുതുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോണ നമ്പർ 4 ആണ്. അപ്പോൾ ഇവിടെയും 4 എന്ന് എഴുതി. 2.4. ഈ 4നെ ഇതുകൊണ്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് 4 × 4 16, 4 × 4 16 + 1 17. അപ്പോൾ 200നേക്കാൾ ചെറിയ നമ്പർ കിട്ടി. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4, ഇവിടെ 9 നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ 2 24, പിന്നെ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ ഇറക്കി എഴുതേണ്ട അടുത്ത 2 0 അടുത്ത 2 0 ഇറക്കി എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ 24 ഉള്ളത് അതിൻ്റെ ഡബിൾ വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ എത്ര? 24ൻ്റെ ഡബിൾ 48. ഇവിടെ ഇനി ഇതുപോലെ ഇവിടെ എഴുതുന്ന നമ്പറും ഇവിടെ എഴുതുന്ന നമ്പറും സെയിം ആയിരിക്കണം. എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ വീണ്ടും ഇവിടെ 4 എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെയും 4 എന്ന് എഴുതി. ഇനി 4നെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 × 4 16, 4 × 8 32 + 1 33. 33 റിമൈൻഡർ 3 ഉണ്ട്. 4 × 4 16 + 3 എന്ന് പറഞ്ഞാൽ 90. അപ്പോൾ 19 ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. ഇനി ഇത് വയ്ക്കുമ്പോൾ 4 ഇവിടെ വരും, ഇവിടെ 6 വരും, ഇവിടെ 1 വരും. സോറി 14. ഇത് 3 അല്ലേ? 3ന്ന് 9 പോയ 4. ഇനി അടുത്ത 2 0 ഇറക്കിയതാണ്. അങ്ങനെ ഇത് പോകും. ഇപ്പോൾ 2 പ്ലേസ് നമുക്ക് കിട്ടി. നമ്മളവിടെ ഇനി അടുത്തത് ഇതൊരു വലിയ നമ്പറാണ്. ഈ 244ൻ്റെ ഡബിൾ എത്ര കിട്ടുക? 488. അപ്പോൾ അതിനെ ഇവിടെ എഴുതുന്ന നമ്പറും ഈ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ താഴെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ആയിട്ട് ഇതിൻ്റെ വാല്യൂ √6ൻ്റെ വാല്യൂ 2.44 അല്ലെങ്കിൽ 2.445 എന്ന് എടുക്കാം.
അപ്പോൾ 36 ഇൻറ്റു √6 വാല്യൂ 2.45. ഇനി അടുത്തത് ഇതിനേക്കാൾ 5-നേക്കാൾ വലിയൊരു നമ്പറാണ് വരിക, അടുത്ത നമ്പർ. അപ്പോൾ അതുകൊണ്ട് ഈ 4 എന്നുള്ളത് നമ്മൾ 5 ആയിട്ട് എടുക്കണമെന്ന് മാത്രം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ 5-നേക്കാൾ വലിയ നമ്പർ വരുമ്പോൾ നമ്മൾ ഈ നമ്പർ ഒന്ന് കൂട്ടിയല്ലേ എടുക്കാറ്. അപ്പോൾ √6 വാല്യൂ 2.45 എന്ന് ഇട്ടു നമ്മൾ. അത് അപ്രോക്സിമേറ്റ്ലി വാല്യൂ ഇട്ടാൽ പിന്നെ നീണ്ടു പോകും. നമ്മൾ മറ്റേ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തുള്ള ഈ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള പോയിന്റിന് ചെറിയ ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾ ആൻസറിലും ചെറിയ ഡിഫറൻസ് വരും. അപ്പോൾ ആ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യേണ്ട. പിന്നെ അത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ റൂട്ട് കാണാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്പേഴ്സ് നമുക്ക് റൂട്ട് കാണാം. അതായത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പറുകളുടെ റൂട്ടുകൾ ചെയ്യാം. ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, 2.45 ഇൻറ്റു 36. അപ്പോൾ എത്രയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാം 2.45 ഇൻറ്റു 36. അപ്പോൾ 33 27 റിമൈൻഡർ 2, പിന്നെ 6 ഇൻറ്റു 2 14 പ്ലസ് 2 15, റിമൈൻഡർ 1 12 പ്ലസ് 3 ഇൻറ്റു 2 6 പ്ലസ് 1 7. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 0 12 8. അപ്പോൾ നമുക്കിവിടെ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്, ഇതിലും പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ എത്ര ആൻസർ വരിക 8.2. അത്രയാണ് അത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് √6 വാല്യൂ കൊടുക്കുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏരിയ ഓഫ് 16 ട്രയാങ്കിൾസ്, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 88.2 ആണ്. അപ്പോൾ ഏരിയ ഓഫ് 16 ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 88.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 88.2 ഇൻറ്റു 16 248 പ്ലസ് 1 49 റിമൈൻഡർ 4 52. പിന്നെ അടുത്തത് എന്താ വരിക 288 2 11 11 14. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പോയിന്റ് ഇടും. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടുക 1411.2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. ഇതെന്താണ് ഏരിയ ഓഫ് 16 ട്രയാങ്കിൾസ്. ആ ഫ്ലോർ ഡിസൈൻ ചെയ്യുന്ന എല്ലാ 16 ട്രയാങ്കിൾസ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തത്. എല്ലാ ട്രയാങ്കിൾസിൻ്റെയും കൂടി ഏരിയ നമുക്ക് 1411.2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത്ര ഏരിയ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പോളിഷിംഗ് ദ ടൈൽ അറ്റ് ദ റേറ്റ് ഓഫ് 50 പൈസ പെർ മീറ്റർ സ്ക്വയർ. ഒരു മീറ്റർ സ്ക്വയർ അല്ല, സെൻറ്റിമീറ്റർ സ്ക്വയർ. പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആണ് അതിൻ്റെ 50 പൈസ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ റേറ്റ് തന്നിട്ടുള്ളത്. റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പോളിഷ് ചെയ്യാൻ 50 പൈസ വേണം, 50 പൈസ വേണം. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ് 50 പൈസ. നമുക്ക് ആകെ ഇവിടെ എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, 16 ടൈൽസും കൂടി 1411.2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 50 പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ്, അത് മുഴുവൻ പോളിഷ് ചെയ്യാനുള്ള കോസ്റ്റ് എത്ര പൈസയാണെന്ന് കിട്ടും. 50 പൈസ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര പൈസയാണെന്ന് കിട്ടും. നമുക്കത് രൂപയിലേക്കാക്കി മാറ്റണമെങ്കിൽ വീണ്ടും പൈസയും രൂപയും തമ്മിലുള്ള ബന്ധം എന്താ, 100 പൈസയാണ് ഒരു രൂപ. അപ്പോൾ വീണ്ടും അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് പോളിഷിങ്, അതായത് പോളിഷ് ചെയ്യാനുള്ള റേറ്റ് 50 പൈസ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. 50 പൈസയാണ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ കോസ്റ്റ് ഓഫ് പോളിഷിങ് ഓൾ ടൈൽസ്, എല്ലാ ടൈലും പോളിഷ് ചെയ്യാൻ. എല്ലാ ടൈലും കൂടി എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്, 1411.2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിന് 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് 50 0 നീക്കി 5 ആക്കിയ ഈ പോയിൻ്റ് നീക്കി കിട്ടും. അതായത് ഇങ്ങനെ 14112 ആയി മാറും ഇൻറ്റു 5. അതായത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങില്ലേ, ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പിന്നെ 55 അല്ലേ ഉള്ളൂ. അപ്പം അത് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നു മാത്രം. 14112 പിന്നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 10 6 5 20 2 7 ഇതാണ് കിട്ടുക. 7 അത്രയും പൈസ എന്നാണ് കിട്ടുക കേട്ടോ. 70560
പൈസ. അത്രയും പൈസ ആണെന്നാണ് നമുക്ക് എന്ത് കിട്ടുക, ഇത്രയും പൈസയാണ് എന്ത്, കോസ്റ്റ് ഓഫ് പോളിഷിങ് ഓൾ ടൈൽസ്. എല്ലാ ടൈൽസും പോളിഷ് ചെയ്യുക ഇത്ര പൈസയാവും. ഇനി അതിനെ നമുക്കൊരു വേണമെങ്കിൽ രൂപയാക്കാം. രൂപയാക്കാൻ എന്താ ചെയ്യുക, 70560 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് രൂപയായി മാറും. അപ്പോൾ അത്രയും രൂപയായി മാറും. അപ്പോൾ എത്ര കിട്ടുക, 100 ഡിവൈഡ് ചെയ്യാൻ 2 പ്ലേസ് കൊണ്ട് നിൽക്കണം. 705.60 705.60 എന്താവും, റുപ്പീസ്. 705.60 ആണ് എത്രയാ, ടോട്ടൽ കോസ്റ്റ് ഓഫ് പോളിഷിങ് ഓൾ ടൈൽസ്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. എ ഫീൽഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്രപ്പീസിയം. ഒരു ഫീൽഡ് ഈ ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പിലാണ്. ഹൂസ് പാരലൽ സൈഡ്സ് ആർ 25 മീറ്റർ ആൻഡ് 10 മീറ്റർ. അതിൻ്റെ പാരലൽ സൈഡ്സ് 25 മീറ്ററും 10 മീറ്ററും. ഇത് രണ്ടുമാണ് പാരലൽ സൈഡ്സ്, 25 സെൻറ്റിമീറ്ററും 10 മീറ്ററും. ദ നോൺ പാരലൽ സൈഡ്സ് ആർ 14 മീറ്റർ ആൻഡ് 13 മീറ്റർ. നോൺ പാരലൽ ആയിട്ടുള്ള രണ്ട് സൈഡ് ഇത് രണ്ടുമാണ്, ഒന്ന് 14 ഒന്ന് 13. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫീൽഡ്. ഈ ഫീൽഡിൻ്റെ ഏരിയ കാണണം. ഇപ്പോൾ ഇതൊരു ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പാണ്. നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ നേരിട്ട് കാണണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ഈ രണ്ട് പാരലൽ സൈഡും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എച്ചും അറിയണം. എന്നാലാണ് ½ H × A+B ഉപയോഗിച്ച് ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എച്ച് നമുക്ക് അറിയില്ല, എച്ച് നമുക്കിതിലൊന്നും തന്നിട്ടില്ല. അപ്പോൾ എച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കാം, എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ട്രപ്പീസിയത്തിനെ ഇങ്ങനെ ഒരു ട്രയാങ്കിളായിട്ട് തിരിക്കണം. അതായത് നമ്മൾ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, ഈ ADക്ക് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അത് നമ്മൾ ചെയ്യണതാണ്. ഈ ADക്ക് പാരലലായിട്ട് ഇതിവിടെ E എന്ന് പറഞ്ഞ പോയിന്റിൽ ചോദിച്ചു BE എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ എന്തായി മാറി, ഇതൊരു പാരലലോഗ്രാമും ഇതൊരു ട്രയാങ്കിളുമായി മാറി. അപ്പം ഇനി ഇത് പാരലലോഗ്രാമും ഇത് ട്രയാങ്കിളുമായി മാറി. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ സൈഡ് പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത് 13 ആണെങ്കിൽ ഇതും 13 ആയിരിക്കും. ഈ സൈഡ് 13 ആയതുകൊണ്ട് ഈ സൈഡും 13 ആയിരിക്കും. അപ്പോൾ ഇത് നോക്കി, ഈ ട്രയാങ്കിളിൻ്റെ ഇവിടുന്ന് ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഉണ്ടെന്ന് നോക്കാം. എന്നാലല്ലേ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുള്ളൂ. ഏരിയ കണ്ടുപിടിച്ചാലേ ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് അറിയാം, ഈ സൈഡ് അറിയാം, പക്ഷേ ഈ സൈഡ് അറിയില്ല. ഈ സൈഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഈ AB 10 ആണ്. അപ്പോൾ ABയുടെ ഓപ്പോസിറ്റ് സൈഡാണ് DE. അപ്പോൾ ഇതും 10 ആയിരിക്കും. ഇത് 13 ആയതുകൊണ്ടാണ് ഇത് 13 നമ്മൾ എഴുതിയത്. ഇത് 10 ആയതുകൊണ്ട് നമുക്ക് ഇതും 10 ആയിരിക്കും. ഇത് ടോട്ടൽ എത്രയാണ് ഉള്ളത്, 25 ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ 10 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടാവും, 15 ഉണ്ടാവും. എന്നാലല്ലേ 10ഉം 15ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 25 ആവുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം 25. ഇത് 10 ആയതുകൊണ്ടാണ് ഇത് 10 ആയത്. അപ്പോൾ ഇത് ടോട്ടൽ 25 ഉള്ളത്. അപ്പോൾ ഇന്ന് സിയിലേക്കുള്ള നീളം EC എന്ന് പറയുന്നത് 15 ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡും കിട്ടി. ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡും കിട്ടിയാൽ നമ്മൾ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഏരിയ കാണണം. ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഹൈറ്റ് കാണണം. എന്നാൽ H എങ്ങനെയായാലും കിട്ടണം. H എന്ന് പറയുന്നത് ഈ വെർട്ടെക്സ് എന്നുള്ള പെർപെൻഡിക്കുലർ ഹൈറ്റാണ്. ഈ H കിട്ടണം. H കിട്ടിയാലാണ് നമ്മൾക്ക് ഒന്നെങ്കിൽ ട്രപ്പീസിയത്തിൻ്റെയോ അല്ലെങ്കിൽ പാരലലോഗ്രാമിൻ്റെയോ ഏതിൻ്റെ ആയാലും ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ H കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെന്താ ചെയ്യാൻ പോണത്, ഇതൊക്കെ വരച്ചു. ഈ BE നമ്മൾ പാരലായിട്ട് ഇതിനായിട്ട് വരച്ചതാണ്. ഈ H എന്ന് പറയുന്നത് നമ്മൾ വരച്ചതാണ്. അപ്പോൾ ഇത് 13 ആയതുകൊണ്ട് ഇതും 13, ഇത് 10 ആയതുകൊണ്ട് ഇതും 10. ഇത് നമുക്ക് 15 എങ്ങനെ കിട്ടിയെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 10 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 15 ആയിരിക്കും, കാരണം ടോട്ടൽ 25 ആയതുകൊണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പോവാണ്. ഒരു സൈഡ് 14, ഒരു സൈഡ് 13, ഒരു സൈഡ് 15. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പോവാം. അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ എക്സ്ട്രാ ചെയ്ത് നമ്മൾ എഴുതി വെക്കണം, ഡ്രോ BE പാരലൽ ടു AD സോ ദാറ്റ് BE = 30. ഇത് BE എന്ന് പറയുന്നത് ADക്ക് പാരലായിട്ട് വരച്ചുകൊണ്ട് ഇത് 13 ആണ്. ദ ഗിവൺ ഫീൽഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു. അപ്പോൾ എന്താ ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, ഈ ഫീൽഡ് ഒരു പാരലലോഗ്രാമും ഒരു ട്രയാങ്കിളും ആയിട്ട് മാറി. ഇനി ആദ്യം നമ്മൾ ഈ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ BEC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം. അപ്പോൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് അതിലത്തെ Aയും BC എഴുതണ്ടേ. A = 13 മീറ്റർ, B = അടുത്തത് 14 മീറ്റർ, അടുത്തത് C = 15 മീറ്റർ. ABC 15 മീറ്റർ. അപ്പോൾ S = 13 + 14 + 15/2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടാം, നമുക്ക് 3 എണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ 42 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2.
ദാറ്റ് ഈസ് ഈക്വൽ ടു 21 സെൻറ്റിമീറ്റർ. 42/2 എന്ന് പറഞ്ഞാൽ 21. അപ്പോൾ എസ് കിട്ടി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇതാണ് നമ്മൾ കാണുന്നത്. ഈക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി റൂട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസിൻ്റെ വാല്യൂ എത്ര? 21 ഇൻറ്റു 21 മൈനസ് 13, അടുത്തത് 21 മൈനസ് 14, അടുത്തത് 21 മൈനസ് 15. അതാണ് എയും ബിയും സി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുക? 21 ഇൻറ്റു 21 മൈനസ് 13 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 8 ഇൻറ്റു 21 മൈനസ് 14 ഇൻറ്റു ഈക്വൽ ടു 7. 21 മൈനസ് 15 ഇസ് ഈക്വൽ ടു 6. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 21നെ എങ്ങനെ ചെയ്യാം? 21 ഓക്കെ 21 3 കൊണ്ട് 7 പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 3 ഇൻറ്റു 7 രണ്ടും പ്രൈം നമ്പറായി മാറി. 3 ഇൻറ്റു 7 ഇത് നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. 7ഉം 3ഉം പ്രൈം നമ്പർ ആയതുകൊണ്ട് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈക്വൽ ടു 8നെ എങ്ങനെ ചെയ്യാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 7 പ്രൈം നമ്പറാണ്, അതങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. 6ന് എന്ത് എഴുതാം? 2 ഇൻറ്റു 3 റൂട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പെയർ പുറത്തെടുക്കാൻ എന്തൊക്കെ വരും? 2 3 ഉണ്ട്, ഒരു 3 ഇൻറ്റു 2 7 ഉണ്ട്, അപ്പോൾ ഒരു 7 ഇൻറ്റു 2 2 ഒരു 2, ഇവിടുത്തെ 2 2 ഒരു 2. അപ്പോൾ എത്ര കിട്ടുക? 7 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 21. 21 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 42. 42 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 84 മീറ്റർ സ്ക്വയർ ആണ് എന്ത്? ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടുക. ആ ട്രയാങ്കിളിൻ്റെ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 84 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഈ ഫീൽഡിൻ്റെ ഏരിയയാണ് നമ്മൾ കാണേണ്ടത്. അതിന് മുമ്പ് ഫീൽഡിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണണം. ഇവിടെ നോക്കുക, ഇതിലത്തെ എച്ച് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെ നമ്മൾക്ക് എന്താ അറിയേണ്ടത്? ഇതിൻ്റെ ഏരിയ നമ്മളിവിടെ കണ്ടെത്തി. ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ 84 ആണ് കണ്ടെത്തി. ട്രയാങ്കിളിൻ്റെ ഏരിയ 84 ആണെങ്കിൽ എങ്ങനെയാണ് എച്ച് കണ്ടുപിടിക്കുക? അതായത് നമ്മൾ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് 84 കണ്ടുപിടിച്ചത്. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് BH ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഹാഫ് BH ഇസ് ഈക്വൽ ടു ഈ കണ്ടെത്തിയ ഏരിയ തന്നെയായിരിക്കും, 84 ആയിരിക്കും. ഹാഫ് BH ഉപയോഗിച്ച് കണ്ടാലും ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടാലും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഏരിയ 84 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സാധാരണ കാണുന്ന പോലെ ഹൈറ്റ് ഇൻറ്റു ബേസ് ഉപയോഗിച്ച് കാണുകയാണെങ്കിലും ഹാഫ് BH ഇസ് ഈക്വൽ ടു എന്ത് കിട്ടണം? 84 കിട്ടണം. അതിൽ B 15 ആണെന്നറിയാം. എച്ച് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എച്ച് കണ്ടുപിടിച്ചാലേ പാരലലോഗ്രാമിൻ്റെ ഏരിയ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്ത നമ്മളിങ്ങനെ എഴുതണു, ഏരിയ ഓഫ് ട്രയാങ്കിൾ BEC. ഈ സെയിം ട്രയാങ്കിളിൻ്റെ തന്നെയാണ് 84 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഹാഫ് BH ഇസ് ഈക്വൽ ടു 84 മീറ്റർ സ്ക്വയർ. ഹാഫ് BH എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണം അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? അതിൻ്റെ 15 ആണ്, ഇൻറ്റു എച്ച് സിക്വൽ ടു 84. ഇത് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ ഈ ഏരിയ കണ്ടെത്തിയത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ഏരിയ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഹാഫ് BH ഇത് ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് ഏരിയ കണ്ടെത്തി. ഇനി ഹാഫ് BH ഉപയോഗിച്ച് നമ്മൾ എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എച്ച് മാത്രം ഇവിടെ നിർത്തി, മറ്റതൊക്കെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 84 ഉണ്ട്. ഈ 15 അപ്പുറത്ത് പോകുമ്പോൾ ഡിനോമിനേറ്ററിലാവും, 2 അപ്പുറത്ത് പോകുമ്പോൾ ന്യൂമറേറ്ററിലാവും അല്ലേ. ഇനി ഏതാ വെട്ടിക്കളയുള്ളത്? 3 കൊണ്ട് വെട്ടാം. 3 5 ടൈംസ് പോവും. ഇതിൽ 8ൽ 3 2, 24ൽ 8 28 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 56 ഡിവൈഡഡ് ബൈ 5. അത്രയും മീറ്ററാണ് എന്ത്? എച്ച്. 58/5. അത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. എച്ച് എത്ര കിട്ടുക? 58/5 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ എച്ച് നമുക്ക് 56/5 മീറ്റർ എന്ന് കിട്ടി, ഈ എച്ചിൻ്റെ നീളം. ഇനി അപ്പോൾ ഏതിൻ്റെ ഏരിയയും കിട്ടി. ഇനി നമ്മൾ ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയയും കൂടി കണ്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ട്രപ്പീസിയത്തിൻ്റെ ഈ ഫീൽഡിൻ്റെ ഏരിയ. ഇനി ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് BH ആണ് പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല. ഇതിൻ്റെ ബേസ് എത്രയാണ്? പാരലലോഗ്രാമിൻ്റെ മാത്രം ബേസ് 10 ആണ്.
ബേസ് 10 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ എച്ച് തന്നെയാണ് ഈ പാരലലോഗ്രാമിൻ്റെ ഹൈറ്റും. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ട്രപ്പീസിയത്തിൻ്റെ ആയാലും ഹൈറ്റ് ഇത് തന്നെയാണ്. ഈ നമുക്ക് വേണമെങ്കിൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഒന്നിച്ച് കാണാം. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഏരിയ വേറെ സെപ്പറേറ്റ് കണ്ടതല്ലേ. അപ്പോൾ ഈ സൈഡിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ് ഹൈറ്റ്. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെയും എച്ച് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ നമ്മളെങ്ങനെയാണ് കാണുക, ഇതിൻ്റെ ബേസ് 10 ആണ്, പാരലലോഗ്രാമിൻ്റെ ഹൈറ്റ് 56/5 നമുക്ക് കിട്ടി. അതിന് വേണ്ടിയിട്ടാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ എച്ച് കണ്ടുപിടിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്തത്. അപ്പം എച്ചും കിട്ടി, ബിയും കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ പാരലലോഗ്രാമിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഏരിയയും ഈ ഏരിയയും കൂടി ആഡ് ചെയ്താൽ ഈ ടോട്ടൽ ഫീൽഡിൻ്റെ ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് പാരലലോഗ്രാം ABED ബേസ് 10 ആണ്, ഹൈറ്റ് 56/5 ആണ്. അപ്പോൾ നമുക്ക് ഈ 10ഉം 5ഉം കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. ഈക്വൽ ടു എത്രയാണ്, 56 × 2. 56 × 2 എത്രയാണ് കിട്ടുക, 112. അത്രയും മീറ്റർ സ്ക്വയർ ഏരിയ അല്ലേ. പാരലലോഗ്രാമിൻ്റെ ഏരിയ ആണ് 112 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ ദെയർഫോർ ഏരിയ ഓഫ് ദ ഫീൽഡ് ഓഫ് ഏരിയ ഓഫ് ദ ഫീൽഡ് എഫ് ഈക്വൽ ടു ഏതാണ്, രണ്ട് ഏരിയയും കൂടി സം ചെയ്യണ്ടേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. അത് എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് പാരലലോഗ്രാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് പാരലലോഗ്രാം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്ര കിട്ടുക, 84 പ്ലസ് ഏരിയ ഓഫ് പാരലലോഗ്രാം എത്ര കിട്ടുക, 112. അത് രണ്ടും കൂടി സം ചെയ്യണം. 1 2 84. അപ്പോൾ 691. അപ്പോൾ എത്ര കിട്ടുക, 196 മീറ്റർ സ്ക്വയർ. അത്രയാണ് നമ്മുടെ ആ ഫീൽഡിൻ്റെ ഏരിയ. കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ചാപ്റ്റർ അത്ര ടഫൊന്നുമില്ല, ഈസിയായ ചാപ്റ്റർ. അത് ആകെ ഹെറോൺസ് ഫോമിൽ ഉപയോഗിക്കാൻ മാത്രമാണ് ഇതിലധികം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. താങ്ക് യു ചിൽഡ്രൻ.